ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വന്നേക്കുന്നത് മീഷോയിൽ ഞാൻ ജ്വല്ലറി സെറ്റ് ഓർഡർ ചെയ്തു. ഞാൻ കുറച്ചൊക്കെ ചെയ്ത് നോക്കി എങ്ങനെയൊക്കെയാണ്. നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കൂ, ഇനി തൊട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഞാൻ ഡയറി ഞാൻ കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡയറി ഇങ്ങനെ ഓപ്പണൊക്കെ ആക്കാൻ പറ്റും, ഇത് തുറന്നങ്ങനെ വെക്കാനും പറ്റും. ഇത് പേര് ജേർണലിംഗ് സെറ്റ് എന്നാണ്. ഇത് മീഷോയിൽ അവൈലബിൾ ആണ്. ബട്ടർഫ്ലൈ ജേർണലിംഗ് സെറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ തുറക്കുമ്പോൾ തന്നെ എൻ്റെ പേരാണ് ഇവിടെ കൺമണി എന്ന് എഴുതിയേക്കുന്നത്. അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഞാൻ ഇവിടെ ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ വെൽക്കം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രീം ബട്ടർഫ്ലൈ ഡിസൈൻ എന്നൊക്കെ ഇങ്ങനെ കൊടുത്ത് പിന്നെ വെൽക്കം ബട്ടർഫ്ലൈ ഒക്കെ ഒട്ടിച്ച് ടേപ്പൊക്കെ ഒട്ടിച്ച് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ അതാണ് ഇങ്ങനെ ഒരെണ്ണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അത് പിന്നെ ഇതിൻ്റെ തന്നെ ഞാൻ ഇനിയും ചെയ്തേക്കണം. പിന്നെ ഞാൻ വെറുതെ ഇരുന്ന് ഒരു ദിവസം ചെയ്തു, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വേണ്ട, ഇതെനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരെണ്ണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനായി ജോബ് ഇഷ്ടപ്പെട്ട അങ്ങനെയുള്ളതൊക്കെ വെച്ച് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ എൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത് ഇങ്ങനെയാണ് അത്. പിന്നെ ഇതാരൊക്കെയാണ് വാങ്ങിച്ചത്, നിങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തത് ഇങ്ങനത്തെ ഐറ്റംസാണ്. ഇതൊരു സാധനം അതങ്ങനെ 10-20-30 ഒക്കെ ഉണ്ട്. പിന്നെ അടുത്തതാണ് ഇത് എഴുതാനൊക്കെ. ഇതൊക്കെ നമ്മൾ പശ വെച്ച് തന്നെ ഒട്ടിക്കണം. പിന്നെ ഒരെണ്ണം കൂടാണ്ട് ഇത് അത് കഴിയുമ്പം ഇങ്ങനത്തെ ഐറ്റംസ് അറിയാത്ത ബട്ടർഫ്ലൈയുടെ സ്റ്റിക്കർ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇളക്കി നല്ല രസമുള്ളത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കി ഒട്ടിക്കുന്നതല്ല, ഇത് പശ വെച്ച് ഒട്ടിക്കും. ഇങ്ങനത്തെ ഐറ്റംസ് കിറ്റിയിൽ രണ്ട് ടേപ്പ്, ഒന്ന് ഇങ്ങനത്തെ സിൽവറിലെയും ഒന്ന് ബ്ലൂ. ഇതിൻ്റെ ബട്ടർഫ്ലൈയുടെ തന്നെ ഒരു പർപ്പിളും ഉണ്ട് ബ്ലൂ ഉണ്ട്. പർപ്പിളും ബ്ലൂവിനൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റാമ്പ് അത് 5 എണ്ണം ഉണ്ട്. ഞാൻ 4 എണ്ണം ഇപ്പോൾ ആയെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിച്ച്. ഫസ്റ്റ് ഇങ്ങനത്തെ ബട്ടർഫ്ലൈയുടെ സ്റ്റാമ്പ് അതിനകത്ത് ബട്ടർഫ്ലൈയുടെ ഐറ്റമായി. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ പ്ലെയിൻ. പിന്നെ 3, 4 ഞാൻ 2 എണ്ണം ആക്കി, 4-മത്തത് 5 പിന്നെ തീർത്ത്. ഇങ്ങനത്തെ കുറേ പേപ്പർ ഞാൻ ഇത് കണ്ടു. ബട്ടർഫ്ലൈയുടെ ക്യൂട്ട് ഇത് സ്റ്റിക്കേഴ്സ്. പിന്നെ ബട്ടർഫ്ലൈ ടേപ്സ് ഒക്കെ ഞാൻ ഇടയ്ക്ക് ഒട്ടിച്ചതാണ്. പിന്നെ ബട്ടർഫ്ലൈയുടെ ഇത് വെക്കേഷൻ ജോബ് എന്ന് പറയാം. ഞാനാണ് ഇങ്ങനെ എഴുതി ഒട്ടിച്ചത്. അതൊക്കെ ഞാൻ ഇളക്കി നോക്കിയതാണ്. ഇളക്കി നോക്കി അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചതാണ് ഞാൻ. അടുത്തത് എടുക്കാൻ പോവുകയാണ്. അടുത്ത ഇങ്ങനത്തെ സൈസ് പേപ്പറാണ്. ഇച്ചിരി വേണം, പക്ഷേ ഞാൻ ഇതൊന്നും കീറിയിട്ടുണ്ട്. അടുത്ത ഇത്തരം പേപ്പറാണ്. അതൊക്കെ കീറിയൊക്കെയുണ്ട്, ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മൾ മറ്റേ കാണിച്ചതിൻ്റെ വലുത് പർപ്പിളുള്ളവർക്ക് ഇതിൻ്റെ പർപ്പിളാണ്. ഇതും ഞാൻ കീറി ഉപയോഗിച്ച് ഇത്രയേ ഉള്ളൂ ലാസ്റ്റിന്. പിന്നെ ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇതുപോലെ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നിടത്തുണ്ട്. ഇതിൻ്റെ പർപ്പിൾ കളർക്ക് പർപ്പിളാണ്. ഇതെല്ലാം പർപ്പിളാണ് ഉള്ളവർക്ക്. എനിക്ക് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കിട്ടി.
ഇങ്ങനെയാണ് അത്. ഇത് മൊത്തത്തിൽ 365 ഐറ്റംസ് ഉണ്ട്. എല്ലാം കൂടെ എല്ലാ സാധനവും ഓരോന്നോരോന്ന് ആക്കുമ്പം അത് 365 ഐറ്റംസ് ആണ് വരുന്നത്. അത് കഴിയുമ്പം ഈ വലിയത് പേപ്പർ അത് ഞാൻ 5-6-7 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ 3 ഉള്ളു. ഒന്നിതും അപ്പം ഇതിങ്ങനെ ഒരു പെട്ടിയാണ് വരുന്നത്. അതെല്ലാം കൂടെ ചെയ്യാൻ വേണ്ടി എനിക്കൊരു ഞാൻ സ്വന്തമായിട്ടൊരു ബോക്സ് ആക്കി ഇതിനുള്ള സ്കെച്ചും പശയും ഒക്കെ ഇട്ടു. പിന്നെ പേനയും ഉണ്ട്, പശയും ഉണ്ട്, പിന്നെ കത്രികയുണ്ട്, പിന്നെ സ്റ്റിക്സും ഉണ്ട്, പിന്നെ അതിനോട് സ്റ്റിക്കി നോട്ടും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാത്തവർ എത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.